ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും നാളെ നിങ്ങളുടെ ഫസ്റ്റ് എക്സാം എഴുതാൻ വേണ്ടി റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമാണ്, എനിക്കറിയാം തീർച്ചയായും ടെൻഷനൊക്കെ ഉണ്ടാവും. ഈ എക്സാം നന്നായിട്ട് പോകുമോ, നല്ല മാർക്ക് കിട്ടുമോ, ഇംഗ്ലീഷ് ഞാൻ കുറേ ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടാവും. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് മക്കളെ, നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ബുദ്ധിമുട്ടായിരിക്കില്ല നാളത്തെ എക്സാം. ഓക്കെ, ഇംഗ്ലീഷാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ അത്യാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈവുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിൽ ഇന്ന് വൈകുന്നേരം വരാൻ പോകുന്ന ലൈവ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരുന്നോളൂ. പക്ഷേ ആകെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പല കുട്ടികളും ഈ ഇംഗ്ലീഷ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് വന്ന് നമ്മളോട് പറയുന്ന കാര്യമാണ്, CBSE പ്രത്യേകിച്ച്, അതായത് എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു, ക്വസ്റ്റ്യൻസൊക്കെ അറിയായിരുന്നു, പക്ഷേ എഴുതി തീർക്കാൻ ടൈം കിട്ടിയിട്ടില്ല, കംപ്ലീറ്റ് എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫുള്ളായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നാളെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഈ പ്രശ്നം നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഗ്യാരണ്ടിയാണ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ടൈം മാനേജ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് മക്കളെ, നിങ്ങൾ ഓർഡറിൽ തന്നെ അറ്റൻഡ് ചെയ്യണം. എങ്ങനെയാണോ നിങ്ങളുടെ പേപ്പറുള്ളത് അതിൻ്റെ ഓർഡറിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യം റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്, അതിനുശേഷം നിങ്ങൾക്ക് ഗ്രാമർ ഉണ്ട്, പിന്നെ റൈറ്റിംഗ് ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്. ഈ രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി ഇതല്ല നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, സാർ ഞാൻ റൈറ്റിംഗ് ആണ് ആദ്യം ചെയ്യുക, അതിനുശേഷം ഗ്രാമറാണ് ചെയ്യുക, ഇങ്ങനെയാണ് ഞാൻ ഇത്രയും നാളും പ്രാക്ടീസ് ചെയ്തത്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്, എനിക്കത് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, യു പ്രൊസീഡ് വിത്ത് ദാറ്റ്. അതല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഓർഡർ തന്നെ അറ്റൻഡ് ചെയ്യുക. ഇതിൻ്റെ ഗുണങ്ങൾ പല ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങളുടെ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ടീച്ചർ എന്നാണ്, ഇറ്റ് ഈസ് വെരി ഈസി അല്ലേ. അവർക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ സ്കീം പ്രകാരം അല്ലെങ്കിൽ മാർക്കിംഗ് സ്കീം പ്രകാരം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ അവർക്ക് കറക്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അവർ ഫ്രസ്ട്രേറ്റഡ് ആവില്ല അവിടെ തപ്പി. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ മിസ് ഔട്ട് ആവില്ല. നിങ്ങളിപ്പോൾ റൈറ്റിംഗ് തുടങ്ങി, പിന്നെ നിങ്ങൾ ലിറ്ററേച്ചർ എഴുതു, പിന്നെ ഗ്രാമർ എഴുതു, പിന്നെ RC ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ട്രാക്ക് ലൂസായി പോകും. ഏത് ചോദ്യമാണ് നിങ്ങൾ ചെയ്തത്, ഏത് ചെയ്തില്ല, അതിൻ്റെ ഓർഡർ മൊത്തത്തിൽ നിങ്ങൾക്ക് പിന്നീട് അവസാനം ചെക്ക് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, അവസാനം 1, 2, 3, 4 എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അതല്ല, നിങ്ങൾ ജമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ അവസാനം നിങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പം നിങ്ങൾക്കും ടീച്ചറിനും ഏറ്റവും ബെസ്റ്റ് എന്താണ്, നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ എഴുതുക, അല്ലാണ്ട് ആദ്യം റൈറ്റിംഗ് എഴുതുക പിന്നെ ഗ്രാമർ എഴുതുക, അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ഞാനും CBSE പഠിച്ചത് +2 വരെ. ഞാനും അലൻ സാറൊക്കെ, നമ്മളൊക്കെ എല്ലാ സബ്ജക്റ്റിലും A1 വാങ്ങിച്ച ആൾക്കാരാണ്. നമ്മളൊക്കെ എഴുതിയിരിക്കുന്ന ഈ രീതിയിലാണ്, നമ്മൾ പഠിച്ചപ്പോഴും അതിനുശേഷം നമ്മൾ പഠിപ്പിച്ച കുട്ടികളും എഴുതിയിരിക്കുന്ന രീതിയിൽ ഈ രീതിയിൽ തന്നെയാണ്. അവർക്കൊക്കെ ഇംഗ്ലീഷിൽ 80 out of 80 കിട്ടിയ കുട്ടികൾ വരുന്നുണ്ട്. ഓക്കെ, റെഡി? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആരും പറഞ്ഞുതരാം. ഇത് നിങ്ങൾ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് അറ്റൻഡ് ചെയ്താൽ പോലെ, ഇതിന് ടൈം വെച്ച് തന്നെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഓവറോൾ 3 hours ആണ് പേപ്പറിൽ. ആ 3 hours അഥവാ 180 minutes എങ്ങനെ അലക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞൊരു 5 to 10 minutes കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പേപ്പർ നിങ്ങൾക്ക് തുറക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ റീഡിംഗ് കോംപ്രഹെൻഷൻ, 2 റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ടാവുമല്ലോ, ആ അൺസീൻ ആയിട്ടുള്ള ഫസ്റ്റ് റീഡിംഗ് കോംപ്രഹെൻഷൻ തന്നെ അത് വായിക്കുക. ഓക്കെ, വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, മാക്സിമം ഫോക്കസ്ഡ് ആയിട്ട് വായിക്കുക. ഒരു പെട്ടെന്ന് പേപ്പർ കിട്ടിയ ഒരു പരിഭ്രാന്തിയിൽ ഓവർ നിങ്ങൾ ടെൻഷനായിട്ട് വായിച്ചിട്ട് കാര്യമില്ല, വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷ ഹാളിൽ പോയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് കൂൾ ചെയ്യുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ടുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ജസ്റ്റ് നല്ല ഡീപ്പായിട്ട് ഒരു ബ്രെത്ത് എടുക്കുക. ഇത് വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യുക, എക്സൈൽ ചെയ്യുക, മൗത്ത് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ്, പക്ഷേ വളരെ എഫക്റ്റീവാണ്. ഒരു 3 പ്രാവശ്യം ചെയ്താൽ നിങ്ങൾ കാമാവും. ആ കാമായുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ എന്താണ്, ഓവർ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ റീഡിംഗ് കോമ്പിനേഷനും കൂടി വായിച്ച് ഫുള്ളായിട്ട് വായിച്ച് തീർക്കാനൊന്നും പറ്റില്ല, പറ്റുന്ന അത്രയും വായിക്കുക. ക്വസ്റ്റ്യൻസ് വായിക്കേണ്ട ആവശ്യമില്ല. റീഡിംഗ് കോംപ്രഹെൻഷൻ്റെ ഫസ്റ്റ് 2-3 പാരഗ്രാഫ് വായിക്കാൻ നിങ്ങൾക്ക് ഈസിലി സമയം കിട്ടും. ആ സമയം കൊണ്ട് അത് വായിക്കുക. എന്നിട്ട് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് 30 minutes കൊണ്ട് ആ 2 റീഡിംഗ് കോംപ്രഹെൻഷൻസ് തീർക്കുക. ഓക്കെ, 20 marks ആണ് അവിടെ ഉള്ളത്. അപ്പോൾ 30 minutes മതിയാവും. ഇപ്പോൾ 30 minutes അല്ല ആക്ച്വലി കിട്ടുക, ഈ 10 minutes കൂടി അല്ലെങ്കിൽ 15 minutes ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എഫക്റ്റീവ്ലി അതൊരു 40 minutes കിട്ടിയ പോലെ. അത്രയും സമയം മതി റീഡിംഗ് കോംപ്രഹെൻഷന് വേണ്ടി. ഈ റീഡിംഗ് കോംപ്രഹെൻഷൻ ഇതിൽ കൂടുതൽ സമയം നിങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. എപ്പോഴും എന്താ പറ്റിയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ റീഡിംഗ് കോംപ്രഹെൻഷൻ മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കില്ല, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിലിങ്ങനെ കുറേ ചിന്തിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ ആയിരിക്കും, അത് അങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ച് കുറേ കൺഫ്യൂസ്ഡ് ആവുന്ന അവസ്ഥയിലാണ് നിങ്ങൾ സമയം വേസ്റ്റ് ആവുക. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ഇടവരുത്തരുത്. അങ്ങനെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ ലീവ് ദാറ്റ് സ്പേസ്. അവിടെ നിങ്ങൾ 2, 3 അല്ലെങ്കിൽ 10 ലൈനോ നിങ്ങൾ വിട്ടോ, എന്നിട്ട് നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുക. എന്നിട്ട് മാർക്ക് ചെയ്ത് വെക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ മാർക്ക് ചെയ്ത് വെക്കുക. ഈ ചോദ്യം ഞാൻ വിട്ടുന്നുള്ള കാര്യം, അവസാനം തിരിച്ച് വരണം എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട, അവിടുത്തെ ഒരു ചോദ്യത്തിന് എന്താണ്, മേ ബി ടോട്ടൽ 20 marks ഉള്ളൂ. ഓരോ ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ 1-2 marks ഉണ്ടാവുള്ളൂ. അതിൻ്റെ പുറകെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇത്രയും മാർക്ക് നിങ്ങൾ ചിലപ്പോൾ മിസ്സായി പോകും. അപ്പം സമയം വേസ്റ്റ് ചെയ്യരുത്, വേഗം ചെയ്തു പോകാം. ഓക്കെ, അതാണ് ചെയ്യേണ്ട കാര്യം. അടുത്ത 20 minutes നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഗ്രാമറിലെ 10 questions ഉണ്ടാവും. 12 questions 10 questions ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് വേഗം ചെയ്യാം. ഗ്രാമറിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, അത്രയേ വരുള്ളൂ. നിങ്ങൾ കൂടുതൽ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്കൊന്നും ഡിസ്കവർ ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ തീരെ കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക, പിന്നീട് വന്ന് ചെയ്യാം. അപ്പോൾ മാക്സിമം 20 minutes
മിനിറ്റ്സ് നിങ്ങൾ ആ ഗ്രാമറിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഓരോ ക്വസ്റ്റ്യനും 2 മിനിറ്റ്, വിച്ച് ഇസ് മോർ ദാൻ ഇനഫ്. അതിൽ കൂടുതൽ നിങ്ങൾ ചിന്തിക്കാൻ മാത്രമുള്ള ചോദ്യങ്ങളെ നിങ്ങൾക്ക് വരില്ല. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ 35 മിനിറ്റ്സ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ റൈറ്റിങ്ങിലാണ്. അവിടെ ഒരു ലെറ്റർ ഉണ്ടാവുണ്ടോ, ലെറ്റർ എഴുതാനുണ്ടാവും, പിന്നെ ഒരു അനലിറ്റിക്കൽ പാരഗ്രാഫ് ഉണ്ടാവും. അപ്പോൾ ഈ 2 കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. 10 മാർക്സിനായിരിക്കും അത് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് അത് എഴുതുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സമയം കുറച്ച് ചിലവഴിക്കാം. പക്ഷേ ഈ സമയം നിങ്ങൾ ചിലവഴിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ആരും കൂടെ മനസ്സിലാക്കണം. ഈ ലെറ്ററിനും ഈ അനലിറ്റിക്കൽ പാരഗ്രാഫിനും നിങ്ങൾ വെറുതെ കുറേ ചിന്തിച്ച് സമയം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എഴുതാനുള്ള ഒരു വിഷയം ഉണ്ടാവുമല്ലോ. ലെറ്റർ എഡിറ്റർ ആണെങ്കിൽ ഒരു വിഷയം ഉണ്ടാവുമല്ലോ. ആ വിഷയത്തിലുള്ള നിങ്ങൾ എഴുതാൻ പോകുന്ന പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ റഫ് ഷീറ്റ് എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് അതിൽ നിങ്ങൾ പോയിന്റ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതുക. ഐഡിയാസ് കിട്ടുന്നൊക്കെ നിങ്ങൾ എഴുതുക. എന്നിട്ട് ലെറ്റർ എഴുതാൻ തുടങ്ങുക. ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കുക. എന്താണ് ഫോർമാറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല, വൈകുന്നേരത്തെ ലൈവിൽ വരിക, ഫോർമാറ്റൊക്കെ എഴുതുക. എന്നിട്ട് ആ നിങ്ങൾ എഴുതിയ സൈഡിൽ എഴുതിയ ആ റഫിൽ എഴുതിയ പോയിന്റ്സ് ഇല്ലേ, അത് ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതുക. ഇപ്പോൾ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ള ഒരു നിങ്ങൾ ലെറ്ററാണ് ഒരു എഡിറ്ററിന് എഴുതുന്നതെങ്കിൽ നിങ്ങൾ അതെല്ലാം കൂടെ റാൻഡംലി എഴുതി വെക്കരുത്. നിങ്ങൾ ഐഡിയാസ് ഓർഗനൈസ് ചെയ്യുന്നതിന്, അതിന് സ്ട്രക്ചർ ചെയ്യുന്നതിന് ചെറുതായിട്ട് കടിച്ചുപോയി ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, മാർക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ മാർക്കിംഗ് സ്കീമിന് ടീച്ചറിന് ആ ഓർഗനൈസേഷനിലുള്ള മാർക്ക് 2 മാർക്ക് ആയിരിക്കും ഉണ്ട്. ആ മാർക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആ ജമ്പിൾഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓർഡർ ആയിട്ട് എഴുതുക. ഫോർ എക്സാമ്പിൾ ഒരു ഇഷ്യൂവിനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എന്താണ് ഇഷ്യൂ, എന്താണ് അതിൻ്റെ കാരണങ്ങൾ, എന്താണ് നിങ്ങളുടെ സജഷൻസ്, ആ സജഷൻസ് എങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക, ആ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എന്താണ് ഗുണം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഐഡിയാസ് എഴുതുമ്പോൾ നിങ്ങൾ ജമ്പിൾഡ് ആയിട്ട് എഴുതിക്കോ, ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ നിങ്ങളത് ആൻസറിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾ ഓർഡറിൽ എഴുതുക. അങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് ലെറ്ററൊക്കെ ഈസിലി 20 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. അത്ര പോലും എടുക്കില്ല. അനലിറ്റിക്കൽ പാരഗ്രാഫും സെയിം പോലെ തന്നെ. ഓക്കെ, പോയിന്റ്സ് എഴുതി വെക്കുക. അത് ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് പകർത്തുക. ഓക്കെ, അത്രയൊരു സംഭവം ക്ലിയർ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ആ 35 മിനിറ്റിൽ ആ പരിപാടി തീർത്തു. പിന്നെ ഉള്ളത് നിങ്ങളുടെ ഏറ്റവും സ്കോറിംഗ് സെക്ഷനാണ് 40 മാർക്സിൻ്റെ, വിച്ച് ഇസ് ലെറ്റർ എക്സർ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വരണം. അതെങ്ങനെ സാർ ട്രാക്ക് ചെയ്യുക? അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്, നിങ്ങൾ പരീക്ഷ കൊടുക്കുന്നത് 10:30 ആയിരിക്കും. അപ്പോൾ 10:30 മുതൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ചെയ്ത് വെച്ചോളൂ. 10:30 പേപ്പർ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും, 11 ആകുമ്പോഴത്തേക്ക് എൻ്റെ റീഡിങ് സെഷൻ ഞാൻ തീർക്കും. ഓക്കെ, 11:20 ആകുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഗ്രാമർ സെക്ഷൻ ഞാൻ തീർക്കും. അതിപ്പോൾ തന്നെ എഴുതി ബൈഹാർട്ട് പഠിച്ചു വെക്കുക, എൻ്റെ ടൈം ലൈൻസ് എന്താണ്. ഇനി അതിപ്പം അറിയാണ്ട് വല്ലതും റീഡിങ് കോമ്പ്രിഹെൻഷൻ 11ൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവസാനം ഞാൻ ബഫർ ടൈം തരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, 3 hours നിങ്ങൾ ഫുള്ള് ഉപയോഗിക്കില്ല. അപ്പോൾ അറിയാണ്ട് 11-5 minutes ആണ്, കുഴപ്പമില്ല, ഇറ്റ് ഈസ് ഓക്കെ, റിലാക്സ് ചെയ്യുക, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഓവർ പോകരുത്. ഇപ്പോൾ 11:20 വരെ ഇതായി പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തുക, അടുത്ത സെക്ഷനിലേക്ക് പോവുക. കാരണം നിങ്ങൾക്ക് വെറും 20 മാർക്സ് ഇവിടുന്ന് കിട്ടാനുള്ളൂ, അതിൽ കൂടുതൽ അവിടെ നിന്ന് കിട്ടാനില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ട്രാക്ക് ചെയ്ത് പോവുക. ലാസ്റ്റ് ലെറ്റർ സെക്ഷന് ഇറ്റ് വിൽ ടേക്ക് ടൈം. ബിക്കോസ് നിങ്ങൾക്ക് 5 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 മാർക്കിന് 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അടുത്ത 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ 6 മാർക്കിന് 2 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും എഴുതാൻ വേണ്ടി സമയം എടുക്കും. സോ 40 മാർക്സിന് വേർത്താണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സമയം എടുത്ത് തന്നെ ചെയ്യണം. അവസാനത്തെ 15 മിനിറ്റ് നിങ്ങൾ എന്തായാലും വിടണം. അതെന്തിനായിരിക്കും, എല്ലാ ക്വസ്റ്റ്യനും എഴുതിയോ എന്ന് ചെക്ക് ചെയ്യുക, എല്ലാ ഫോർമാറ്റും കറക്റ്റ് ആണോ എന്നുള്ള കാര്യം. ഇപ്പം റൈറ്റിംഗ് സെക്ഷനിൽ ഫോർമാറ്റുകൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഗ്രാമറിൽ നിങ്ങൾ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. റീഡിംഗ് കോമ്പ്രിഹെൻഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഔട്ട്റൈറ്റ് മണ്ടത്തരം കാണിച്ചിട്ടുണ്ടോ, വീണ്ടും റീഡിംഗ് കോമ്പ്രിഹെൻഷൻ വായിക്കാൻ പോകരുത്. എന്തെങ്കിലും വളരെ മണ്ടത്തരം കാണിച്ചിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ആ ഒരു കാര്യം ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം കിട്ടിയ പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഫുൾ സ്റ്റോപ്പും ഗ്രാമറും ബേസിക് ഗ്രാമറൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോവുക. അത്രമാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യുക. സാർ എന്താണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? ഒന്ന്, ലിറ്ററേച്ചറിൽ നിങ്ങൾ കുറേ ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പേപ്പർ ചെക്ക് ചെയ്യുന്ന ടീച്ചറിന് നിങ്ങളുടെ പേപ്പർ മാത്രമല്ല, നിങ്ങളുടെ കുറേ പേപ്പേഴ്സ് ഓരോ ദിവസം ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ഈ ലിറ്ററേച്ചർ സെക്ഷനിൽ നിങ്ങൾ ഓരോ പോയിന്റ്സ് എഴുതിയോ എന്നുള്ള കാര്യം ഫുള്ള് വായിച്ചു നോക്കാവുന്ന ഒരു സമയം ഉണ്ടാവില്ല. അവർ നിങ്ങളുടെ കീവേഡ്സ് ആയിരിക്കും നോക്കുക. അപ്പോൾ ആ കീവേഡ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവർ ടിക്കറ്റ് അടിച്ചും കൂടെ പോവുക ചെയ്യുക. ഓക്കെ, എല്ലായ്പ്പോഴും ഇങ്ങനെ ചെയ്യണമെന്നില്ല, കുറച്ചൊക്കെ വായിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറയുകയാണ്, ഓവറോൾ അത്രയൊക്കെ സമയം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ കീവേഡ്സ്, ഓരോ ആൻസറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അന്ന് വെച്ചിട്ട് ഫുൾ അണ്ടർലൈൻ ചെയ്ത് വെക്കരുത്. ഒരു 4 ലൈനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ 3-4 അണ്ടർലൈൻ ചെയ്താൽ മതി. അതിൽ കൂടുതൽ അണ്ടർലൈൻ ചെയ്ത് 3 അണ്ടർലൈൻ ചെയ്താൽ മതി 4 ലൈനിൽ. അതിൽ കൂടുതൽ ചെയ്യാൻ നിൽക്കരുത്, അല്ലെങ്കിൽ വൃത്തികേടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ റൈറ്റിംഗ് സെക്ഷനിൽ നിങ്ങൾ എഴുതിയ ലെറ്ററിലും അതുപോലെ അനലിറ്റിക്കൽ പാരഗ്രാഫിലും നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ അവസാനത്തെ ഒരു 15 മിനിറ്റിന് നിങ്ങൾ വെക്കണം. ഓക്കെ, ഈ 15 മിനിറ്റ് കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ അതിന് വെച്ചില്ലെങ്കിൽ അത് വലിയൊരു ഡേഞ്ചറസ് കാര്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ടൈം ട്രാക്കും കൂടി ചെയ്തു പോകട്ടെ, 11 ആകുമ്പോൾ ഇത് 20 ആകുമ്പോൾ ഇത്, ആ രീതിയിലും കൂടി നിങ്ങൾ ചെയ്തു പോവാണ്, യു വിൽ നോട്ട് ഫേസ് എനി പ്രോബ്ലം.
നിങ്ങളൊരു പ്രോബ്ലം ഫേസ് ചെയ്യില്ല. മാത്രമല്ല നിങ്ങൾ അനാവശ്യമായിട്ട് സമയം ഫേസ് ചെയ്യില്ല. പല കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ചെയ്യുക, ഞാനും ചെയ്തിട്ടുണ്ട് ആ മിസ്റ്റേക്ക്. ലെറ്ററിൽ ഭയങ്കര ഭംഗിയായിട്ട് ലെറ്റർ എഴുതണം, അപ്പോൾ എങ്ങനെ ഫസ്റ്റ് സെൻറ്റൻസ് എഴുതും എന്നൊക്കെ കുറേ ആലോചിച്ചുകൊണ്ടിരിക്കും. വെറുതെ സമയം പോവാണ്. അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ ഓൾറെഡി നിങ്ങളുടെ ബിൽറ്റിൻ ആണെങ്കിൽ നിങ്ങൾ ആ സമയം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, വേസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ വേഗം 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 പോകും. എനിക്ക് അങ്ങനെ സമയം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താവും, നിങ്ങൾ കുറച്ചും കൂടി വിജിലൻ്റ് ആവും, നിങ്ങൾ കോൺഷ്യസ് ആവും, നിങ്ങൾ വേഗം വേഗം പോകും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, പരീക്ഷ ഹാളിൽ പോയിരിക്കുമ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്കോ, നിങ്ങൾ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഈ ബ്രീത്തിങ് ടെക്നിക്കോ എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഫേസ് ഇല്ല എന്നുള്ള കാര്യം 100% കോൺഫിഡൻസോടുകൂടി ഞാൻ പറയുകയാണ്. നാളത്തെ പരീക്ഷയിൽ മിനിമം നിങ്ങൾക്ക് 75 മാർക്സിൻ്റെ മുകളിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത്ര ടഫായിട്ടുള്ള പേപ്പർ ആയിരിക്കില്ല വരിക. റിലാക്സ്ഡ് ആയിട്ട് പോയി, കോൺഫിഡൻ്റ് ആയിട്ട് പോയി പരീക്ഷ അറ്റൻഡ് ചെയ്യുക. നമുക്ക് നാളെ വീണ്ടും കാണണം. നാളെ മാത്രമല്ല, ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ നമുക്ക് കാണണം. നാളെ കഴിഞ്ഞിട്ട് നമുക്ക് സയൻസിനൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുകയും വേണം. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കുന്നുണ്ട്. നിങ്ങൾ പോയി പരീക്ഷ അടിപൊളിയായിട്ട് എഴുതുക. നമുക്ക് നാളെ വീണ്ടും കാണാം.